ഹരേ കൃഷ്ണ. 2024 ഷഡ്ത്തില ഏകാദശി നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഫെബ്രുവരി 6-ാം തീയതി ആണ്. അപ്പോൾ മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ആണ് ഷഡ്ത്തില ഏകാദശി എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഷഡ്ത്തില ഏകാദശി മാഘമാസ ഏകാദശി എന്നും മാഘ കൃഷ്ണ ഏകാദശി എന്നും തിൽഡ ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസം ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഈ ദിനത്തിൽ പഞ്ചാമൃതത്തിൽ എള്ള് ചേർത്ത് മഹാവിഷ്ണുവിനെ അഭിഷേകം നടത്തുന്നത് പതിവുണ്ട്. അപ്പം എള്ള് ചേർത്ത് ആഹാരം കഴിക്കുകയും അത് അന്യർക്ക് ദാനം ചെയ്യുകയും ഈ ദിവസം നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. വൈകുണ്ഠ ലോകപ്രാപ്തിയാണ് അതിൻ്റെ ഫലം. ഒരിക്കൽ നാരദമുനി ഷഡ്ത്തില ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം മഹാവിഷ്ണുവിനോട് ചോദിക്കുകയും അദ്ദേഹം ഒരു കഥയിലൂടെ അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുകയും ചെയ്തു. ഒരു ബ്രാഹ്മണന്റെ വിധവയായ ഭാര്യ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവൾ മഹാവിഷ്ണുവിൻ്റെ വളരെ നല്ല ഒരു ഭക്തയായിരുന്നു. വളരെ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി വിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം തേടി അവൾ 1 മാസം മുഴുവനും ഉപവസിച്ചു. അങ്ങനെ അവരുടെ ശരീരം വളരെ ശുദ്ധവും ദൈവികവുമായി തീർന്നു. പക്ഷെ അവർ ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ ഒന്നും ചെയ്തു കൊടുത്തില്ല. ഭക്ഷണം കൊടുക്കുകയോ പിന്നെ വേറെ ദാനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ തന്നെ ബ്രാഹ്മണന്റെ രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അന്നദാനത്തിന്റെ പ്രാധാന്യം അവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ആ ബ്രാഹ്മണൻ എന്ന ഭഗവാൻ വിഷ്ണു തന്നെയാണ്. അപ്പോൾ ബ്രാഹ്മണർ ഭിക്ഷ ചോദിക്കുകയും അവർക്ക് അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ ഭിക്ഷയും കൊണ്ട് വൈകുണ്ഠധാമത്തിലേക്ക് പോന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീ മരിക്കുകയും വൈകുണ്ഠധാമത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ മഹാവിഷ്ണു അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവൾ ഒരിക്കലും ബ്രാഹ്മണർക്ക് ഒരു ദാനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നുമുള്ള കാര്യങ്ങൾ അവളെ പറയുകയും ചെയ്തു. ഉടൻ തന്നെ അവൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ആഗ്രഹിച്ച എല്ലാ ആഗ്രഹങ്ങളും ലഭിക്കുവാൻ ഷഡ്ത്തില ഏകാദശി വ്രതം ആചരിക്കുവാൻ ശ്രീ ഹരിവിഷ്ണു അവളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ഷഡ്ത്തില ഏകാദശി ആചരിക്കുകയും ഭഗവാൻ വിഷ്ണു അവളോട് ആവശ്യപ്പെട്ട പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ആചാരങ്ങളും ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാകുകയും ചെയ്തു. അതുകൊണ്ട് ഷഡ്ത്തില ഏകാദശി ദിനത്തിൽ ബ്രാഹ്മണർക്ക് ഭക്ഷണം, വസ്ത്രം, കറുത്ത എള്ള് എന്നിവ ദാനം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏകാദശി ദിനം ആചരിക്കുന്നത് രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് പൂജാറൂം ക്ലീൻ ചെയ്ത് ഭഗവാനെ നിങ്ങൾക്ക് തുളസിമാല കെട്ടി തുളസിമാല അർപ്പിക്കുക, തുളസിമാല ചാർത്താവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് നെയ്വിളക്ക് കൊളുത്തി പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ നിങ്ങൾ പൂജ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെറിയൊരു പാത്രത്തിൽ കറുത്ത എള്ള് നിറച്ച് വയ്ക്കണം. ഓക്കെ. ശേഷം നിങ്ങൾ നെയ്വിളക്ക് കൊണ്ട് ആരതി ഒഴിക്കുക. അറിയാവുന്ന രീതിയിൽ ലളിതമായി നിങ്ങൾ പൂജ ചെയ്യുക. പിന്നെ പൂജ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏകാദശി ഏത് വ്രതം എടുത്താലും നിങ്ങൾ അതിനുള്ള ഒരു സങ്കല്പം എടുക്കേണ്ടതാണ്. എടുക്കുക. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വേറെ ആർക്കെങ്കിലോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതുമാണ്. ഓക്കെ. അതിനുശേഷം നിങ്ങൾ ആരതി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രണാമം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന ഭഗവാന്റെ മന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ്. മഹാമന്ത്രം, പിന്നെ നാരായണീയം, ഭഗവത്ഗീത വായിക്കാം, പിന്നെ വിഷ്ണു സഹസ്രനാമം, അങ്ങനെ എല്ലാം നാരായണീയം എല്ലാം. ഓക്കെ. അങ്ങനെ ഏതൊക്കെ നാമം ജപിക്കേണ്ടതെന്നും മന്ത്രങ്ങൾ ജപിക്കേണ്ടതെന്നും ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, നിങ്ങൾ തീർച്ചയായും പോയി കാണണം. അപ്പോൾ എല്ലാം ചെയ്യുക. ശേഷം അതിന് നിങ്ങൾക്ക് പിന്നെ വിഷ്ണു ക്ഷേത്രം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ സന്ദർശിക്കുക. പിന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് വ്രതം നോക്കാവുന്നതാണ്. ഓക്കെ. പഴങ്ങളോ പച്ചക്കറികളോ ഒക്കെ കഴിച്ചും പിന്നെ സാബുദാന കിച്ചടി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 5-ാം തീയതി വൈകിട്ട് 5:24 മുതൽ ഏകാദശി തിഥി ആരംഭിക്കുകയും ഏകാദശി തിഥി അവസാനിക്കുന്നത് ഫെബ്രുവരി 6-ാം തീയതി 4:07 വൈകിട്ട് ഫെബ്രുവരി 6-ാം തീയതിയാണ് തീരുന്നത്. അതുപോലെ തന്നെ ഹരിവാസര സമയമുള്ളത് 6-ാം തീയതി ഫെബ്രുവരി 6-ാം തീയതി, അതായത് ചൊവ്വാഴ്ച രാവിലെ 10:26 മുതൽ വൈകിട്ട് 9:36 വരെയാണ് ഹരിവാസര സമയം. ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭൂമിയിൽ വസിക്കുന്ന കാലം ആണ്, ആ സമയമാണ്. ഓക്കെ.
ഓക്കെ. അതുപോലെ തന്നെ പാരണ സമയം എന്ന് പറയുന്നത്, പാരണ വിടുന്നത് ഫെബ്രുവരി 7-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:20 മുതൽ 8:36 വരെയാണ് പാരണ വിടേണ്ട സമയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഷട്ടില ഏകാദശി ദിനത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത്. ഓക്കെ, ഷട്ടില എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കമൻ്റ് ഇടാൻ എല്ലാവരും കമൻ്റ് ഇടണം, എന്തെങ്കിലും ഒരു കമൻറ്റ്. ഓക്കെ, അപ്പം വീഡിയോ ഇത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ.